ഒന്നാം പിണറായി ഗവൺമെന്റ് മസാല ബോണ്ട് ഇറക്കുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇന്ന് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ മസാല ബോണ്ട് ഇറക്കുന്നത് ഒരു വലിയ കൊള്ളയാണെന്നും സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്നും സംസ്ഥാനത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും ഇത് എത്തിക്കുമെന്നും അന്ന് ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം അന്ന് അക്കമിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 9.72% എന്നത് കൊള്ള പലിശയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് 9.72% പലിശയ്ക്ക് 2150 കോടി രൂപയാണ് കിഫ്ബി മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത്. എന്നിട്ട് ചെയ്തതെന്താണ്? ഇത്രയും വലിയ തുകയ്ക്ക്, ഇത്രയും വലിയ പലിശയ്ക്ക് തുക വാങ്ങിയ ശേഷം 6.5% എന്ന കുറഞ്ഞ പലിശയ്ക്ക് കേരളത്തിലെ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അപ്പോൾ കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ വിനാശകരമായ കടക്കണിയിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ഇതിൽ നിന്ന് അന്നത്തെ ഗവൺമെന്റിനും അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ഒരിക്കലും മാറി നിൽക്കാൻ സാധ്യമല്ല. ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത അന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ ഐസക്ക് ഇത് മുഴുവൻ നിഷേധിച്ചതുമാണ്. എന്നാൽ അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷിയും ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസും ഈ മസാല ബോണ്ട് വാങ്ങുന്നതിനെ ശക്തമായി എതിർത്ത് ഫയലിൽ എഴുതിയിരുന്നു എന്ന വസ്തുതയും ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും മസാല ബോണ്ട് കൂടിയ പലിശയ്ക്ക് വാങ്ങാൻ എന്തിനാണ് തോമസ് ഐസക്ക് നിർബന്ധം കാണിച്ചത്? ഇത് കേരളത്തെ സാമ്പത്തികമായി തകർക്കും എന്ന ബോധ്യമുണ്ടായിട്ടും എന്തിനാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇത്ര വാശി ഈ കാര്യത്തിൽ സ്വീകരിച്ചത്? സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മസാല ബോണ്ട് ഇത്രയും വലിയ കൂടിയ പലിശയ്ക്ക് വാങ്ങാൻ അനുവദിച്ചത്? മസാല ബോണ്ട് വാങ്ങിയതാരാണ് എന്ന് പരിശോധിച്ചാൽ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകും. ആരാണ് ഈ മസാല ബോണ്ട് വാങ്ങിയത്? CDPQ എന്ന കനേഡിയൻ കമ്പനിയാണ് മസാല ബോണ്ട് വാങ്ങിയത്. ആരാണ് ഈ CDPQ? CDPQ എന്ന് പറയുന്ന ഈ കമ്പനി കുപ്രസിദ്ധമായ ലാവ്ലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. ലാവ്ലിൻ കമ്പനിയിലെ 20% ഷെയർ CDPQ എന്ന് പറയുന്ന കനേഡിയൻ കമ്പനിയുടേതാണ്. അതായത് ലാവ്ലിൻ കമ്പനിയെ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള ഒരു കമ്പനിയാണ് കേരളത്തിലെ മസാല ബോണ്ട് വാങ്ങിയ CDPQ എന്ന കമ്പനി.